ഇന്ന് കർണാടകത്തിലെ ഷിരൂരിൽ നടക്കുന്ന തെരച്ചിൽ 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അർജുനന് വേണ്ടി ലോക മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. ഒരു ജനത മുഴുവൻ വീർപ്പ് മുട്ടലോടെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ തെരച്ചിലാണ് ഇപ്പോൾ 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്. അർജുൻ എവിടെയാണെന്ന് കണ്ടെത്താനാകാതെ രക്ഷാപ്രവർത്തകർ. പുഴയിലെ തെരച്ചിൽ ദുഷ്കരമായി തന്നെ തുടരുന്നു. ഗംഗാവലിയിലെ മൺകൂനയിൽ സൈന്യത്തിൻ്റെ റഡാർ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു. റഡാറിൽ തെളിഞ്ഞ പുതിയ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ രക്ഷാപ്രവർത്തനം. ഗംഗാവലി പുഴയുടെ തീരത്ത് ഉയർന്നു നിന്ന മണ്ണുമല നിലം പതിച്ചത് ഈ മാസം 16-ന്. ദേശീയപാതയും മൂടി അരികിൽ നിറഞ്ഞൊഴുകിയ പുഴയുടെ ഗതി പോലും മാറ്റിയ മഹാദുരന്തം. പാതയോരത്ത് ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മൺ നായിക്കൻ ഉൾപ്പെടെ 7 പേരുടെ മൃതദേഹം അന്ന് തന്നെ കണ്ടെത്തി. എന്നാൽ മണ്ണിനടിയിൽ അർജുനും ലോറിയും ഉണ്ടെന്ന വിവരം പുറത്തുവന്നത് 3 ദിവസത്തിന് ശേഷം. ദുരന്തമുഖത്ത് ആദ്യ 3 ദിനങ്ങളിൽ കടുത്ത അനാസ്ഥയാണ് കണ്ടത്. മണ്ണിനടിയിലെ GPS ലൊക്കേഷനുമായി അർജന്റ് ഉറ്റവർ ഷിരൂരിൽ സഹായം തേടാത്ത സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് കിടക്കുന്നത്, ഇതിന്റെ അടിയിലാണ് അവൻ കുടുങ്ങി കിടക്കുന്നത്, അവിടെയാണ് ലാസ്റ്റ് GPS കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്. കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി 4ാം ദിനം കർണാടകയിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ തെരച്ചിലിനിറങ്ങി. ആദ്യഘട്ടത്തിൽ GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് റഡാർ പരിശോധന. 4 ഇടങ്ങളിൽ സിഗ്നൽ ലഭിച്ചു. പ്രതീക്ഷയോടെ മണ്ണ് നീക്കി. എന്നാൽ ലോറിയുടെ സാന്നിധ്യം എവിടെയും കണ്ടെത്താനായില്ല. ഒടുവിൽ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ 6ാം ദിനം സൈന്യമെത്തി. ഞങ്ങൾക്ക് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. അതീവ ദുഷ്കര സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കരുത്തുള്ള സൈന്യത്തിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചു. 15 മീറ്റർ ആഴത്തിൽ പരിശോധന നടത്താൻ സാധിക്കുന്ന ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള സൈന്യത്തിന്റെ തെരച്ചിലിൽ കരയിലെ കല്ലും മണ്ണും നിറഞ്ഞ ഭാഗത്ത് സിഗ്നൽ ലഭിച്ചു. വീണ്ടും പ്രതീക്ഷയുടെ കാത്തിരിപ്പ്. മണിക്കൂറുകൾക്കകം അതും ലോറിയല്ല എന്ന് വ്യക്തമായി. പിന്നാലെ ലോറി കരയിലില്ലെന്ന സൈന്യത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നു. 8ാം ദിനവും ഷിരൂരിൽ സൈന്യം തുടർന്നു. നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ഗംഗാവാലിയുടെ ആഴങ്ങളിൽ പരിശോധന നടത്തി. കനത്ത മഴയും പുഴയുടെ ഗതിമാറ്റവും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. ഒടുവിലായി പുഴയുടെ നടുവിലെ മൺകൂനയിൽ സൈന്യം കണ്ടെത്തിയ സിഗ്നലിലാണ് ഇനി എല്ലാ കണ്ണുകളും. 24 ഷിരൂർ.